ചെയ്തിരിക്കുന്നത് സിമെൻറ്റ് കട്ടയിലാണ്. പേവിംഗ് ടൈല് വിരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ 1100 സ്ക്വയർ ഫീറ്റ് ആണ്. ബോക്സ് വിരിക്കാതെ ജോയിൻറ്റ് ഫ്രീ ആയിട്ട്. ഏരിയയുടെ സൈസ് പറയുകയാണെങ്കിൽ ഏകദേശം 13 ഡൈനിങ് ഏരിയ എന്ന് പറയുന്ന ഒരു വലിയ പ്രത്യേകത. നമുക്ക് വലിയൊരു ഏരിയ ഷെയർ ചെയ്യാനായിട്ടില്ല. അതുകൊണ്ട് ബെഡ്റൂം സൈസ് എല്ലാം ഒരേ സൈസാണ്. സൈസ് നോക്കി കഴിഞ്ഞാൽ 200 ഈ ഒരു ഏരിയ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് ഫുൾ ബോഡി ബെഡ്റൂം പോയിട്ട് ടൈല് കൊടുത്തിരിക്കുന്നു. നമ്മൾ പലപ്പോഴും ഈ വ്യത്യസ്തമായ വീടുകൾ എന്ന് പറയുമ്പോഴത്തേക്കും വ്യത്യസ്തത എന്താണെന്ന് ചോദിക്കാറുണ്ട്. ചിലതിൽ വ്യത്യസ്തത അതിൻ്റെ ഭംഗിയായിരിക്കും, ചിലതിൽ അതിൻ്റെ എന്താ പറയുക ലക്ഷറി ആയിരിക്കും, ചിലതിൽ അതിൻ്റെ ബഡ്ജറ്റ് ആയിരിക്കും. ഇന്ന് കാണിക്കാൻ പോകുന്നത് കൃത്യമായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ്. അതായത് 1100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളായിട്ട്, അതായത് 4 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ടോട്ടൽ എല്ലാം കൂടെ 21 ലക്ഷത്തിൽ തീർന്നിരിക്കുന്ന ഒരു വീട്. ഇത് നമ്മുടെ ആലപ്പുഴ കലവൂരാണ്. ഇത് ചെയ്തിരിക്കുന്ന പർണ ഹോംസ്, അഖിലാണ് ഇതിൻ്റെ എഞ്ചിനീയർ. ഈ വീട് ശരിക്കും രാധാകൃഷ്ണൻ അനിത ദമ്പതികളുടെയാണ്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് വ്യത്യസ്തത എന്ന് പറയുന്നതിൻ്റെ ബഡ്ജറ്റ് തന്നെയാണ്. നമുക്ക് കാണാം പൂർണ്ണമായിട്ടുള്ള വീഡിയോ. ഇറ്റ്സ് മീ അജയ് ശങ്കർ. വെൽക്കം ടു മൈ ഷോ ഹോം ഡീറ്റെയിൽ. നോർമലി നമ്മൾ സാധാരണ തുടങ്ങുന്ന പോലെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം മതിൽ നിന്ന്. വീടും അതുപോലെ കോമ്പൗണ്ട് വാളുകളെല്ലാം ചെയ്തിരിക്കുന്ന സിമെൻറ്റ് കട്ടയിലാണ്. അതൊക്കെ ഏറ്റവും അധികം കിട്ടുന്ന സിമെൻറ്റ് കട്ടയാണ്. അതുകൊണ്ടാണ് സിമെൻറ്റ് കട്ടയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. ഇനി ഗേറ്റ് ചെയ്തിരിക്കുന്ന നോക്കിക്കഴിഞ്ഞാൽ GAയുടെ ഗേറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഗേറ്റുകൾ എപ്പോഴും ബഡ്ജറ്റ് നമുക്ക് കുറയ്ക്കാൻ സഹായകമാണ്. അതുകൊണ്ട് അങ്ങനെ GAയിൽ ഒരു ഗേറ്റ് ചെയ്തിരിക്കുക. അത് സ്ലൈഡിങ് ഗേറ്റായിട്ട് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഇത് 10 സെൻറ്റ് സ്ഥലമാണ് വരുന്നത്. 10 സെൻറ്റ് സ്ഥലം, 2100 സ്ക്വയർ ഫീറ്റ്, 4 BHK. അതാണ് ഒരു കോണ്ടംപററി സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഒരു വീട്. ഒരു ബോക്സി എലവേഷനൊക്കെ കൊടുത്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഇനി ലാൻഡ്സ്കേപ്പിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഏരിയ മുഴുവൻ നമ്മുടെ പേവിംഗ് ടൈലുണ്ടല്ലോ, നോർമലി ഉള്ള പേവിംഗ് ടൈല് വിരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആലപ്പുഴയുടെ ഒരു പ്രത്യേകത, ഇവിടുത്തെ മണ്ണെന്ന് പറഞ്ഞാൽ പഞ്ചസാര മണൽ, വളരെ ഇതായിട്ടുള്ള മണലാണ്. അതുകൊണ്ട് തന്നെ വീട് ബീമിൽ ചെയ്തിട്ടുണ്ട്. അതായത് റബിളിലൊന്നുമല്ല, സാധാ പോലെ ബീമിൽ ചെയ്തിരിക്കുന്നു. ഇതിൽ നമുക്ക് ഫ്രണ്ട് എലവേഷനിൽ വന്നു കഴിഞ്ഞാൽ ഒരു ബോക്സി എലവേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കോണ്ടംപററി സ്റ്റൈൽ ഹോം എന്ന് വേണം പറയാനായിട്ട്. അതിൽ തന്നെ ഇപ്പോൾ ഇതൊക്കെ ബഡ്ജറ്റിങ്ങിൻ്റെ ഭാഗമാണ് ഈ പറയുന്നത്. ജനാലകളെല്ലാം തന്നെ അലൂമിനിയത്തിൻ്റെ ജനാലകൾ. അതിപ്പോൾ ഹിഞ്ച് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സ്ലൈഡിങ് വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത്. ഇത് എപ്പോഴും ചെയ്യുമ്പോഴത്തേക്കും ബഡ്ജറ്റിനെ വളരെയധികം സ്വാധീനിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ്. ഫ്രണ്ടിലൊരു പ്ലാന്റർ ബോക്സ് പോലെ ചെയ്തിട്ടുണ്ട്. ഒരു ബോക്സി എലവേഷനാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് വരാം. അതിൻ്റെ ആദ്യ പടി എന്നോണം സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു ഒരു 11 സൈസിലൊക്കെയാണ് വരുന്നത്. ഏകദേശമാണ് പറയുന്നത്. ചെയ്തിരിക്കുന്ന ടൈല് 2x2 മാറ്റ് ഫിനിഷ് GVT ടൈലാണ് ചെയ്തിരിക്കുന്നത്. ഇതും ബഡ്ജറ്റ് നോക്കുമ്പോഴത്തേക്ക് നല്ലോണം കുറയുന്ന ഒന്നാണ്. GVT ടൈല് ചെയ്തിരിക്കുന്നു. ഇനി സാധാ ഉള്ള നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് കൊടുത്തിരിക്കുന്നത്. നോർമലി നമുക്ക് ഫ്രണ്ട് ഏരിയയിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഡോറ് വളരെ പ്രധാനമാണ്. വുഡൻ ഡോറ്, അതുപോലെ അതിനെ ഇത് ചെയ്തുകൊണ്ടുള്ള സ്റ്റീൽ ഡോറ്. ഇവിടെ ചെയ്തിരിക്കുന്നത് സ്റ്റീൽ ഡോറാണ്. സ്റ്റീൽ ഡോറ് നോർമലിയുള്ള 210 ഹൈറ്റ് കൊടുത്തിട്ട് ചെയ്തിരിക്കുന്ന സ്റ്റീൽ ഡോർ ചെയ്തിരിക്കുന്നു. സിംഗിൾ ഡോറായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. അകത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഇതിൽ ബഡ്ജറ്റിങ്ങിൽ എന്തൊക്കെ സപ്പോർട്ടീവ് ആയിട്ടുണ്ടെന്ന് ഉള്ളിൽ കയറി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറാം. സ്റ്റീൽ ഡോറിൻ്റെ ഹൈറ്റ് മാത്രമേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. സ്റ്റീൽ ഡോറിൻ്റെ വിഡ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ 110 ആണ് വരുന്നത് കേട്ടോ. 110 വരുന്നത് വിഡ്ത്ത്. ഇനി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ലിവിങ് കം ഡൈനിങ് കം ആ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. കാരണം ഏരിയയുടെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞ 1100 സ്ക്വയർ ഫീറ്റ് ആണ്. അതിനായിട്ട് ഇവിടെ ഒരു ലിവിങ് സോഫ കൊടുത്തിട്ടുണ്ട്. ലിവിങ് ഫർണിച്ചറായിട്ട് അവർ വാങ്ങിച്ചിട്ട സോഫയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഏരിയയിൽ ഒരു ഷെൽഫ് ചെയ്തിരിക്കുന്നത് അലൂമിനിയം ACPയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ബഡ്ജറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് വളരെയേറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്കും ചെയ്തിരിക്കുന്നത് ഒരു നമ്മൾ വെളിയിൽ പറഞ്ഞ പോലെ അലൂമിനിയത്തിൻ്റെ സ്ലൈഡിങ് വിൻഡോ കൊടുത്തിരിക്കുന്നു. ഇനി TV യൂണിറ്റായിട്ട് വലിയ ഗംഭീരമായിട്ടൊന്നും ചെയ്തിട്ടില്ല. റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ച TV യൂണിറ്റ്, അതുപോലെ ഒരു ഓപ്പൺ ലഡ്ജസ് കൊടുത്തുകൊണ്ട് ഇവിടെയാണ് TV സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഒരു പ്രത്യേകത, താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ബ്രാൻഡഡ് ടൈലുകളൊന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. എല്ലാം നോൺ ബ്രാൻഡ് ടൈലുകളാണ്. അത് 2x2 ടൈല് എപ്പോക്സി വിരിക്കാതെ ജോയിൻറ്റ് ഫ്രീ ആയിട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി നേരെ നമുക്കിപ്പോൾ ഫ്ലോർ വന്നു കഴിഞ്ഞാൽ നേരെ വരുന്നത് സീലിങ്ങിലേക്കാണല്ലോ. ഈ വീട്ടിൽ ഒരു സ്ഥലത്തും ഫോൾ സീലിംഗ് ചെയ്തിട്ടില്ല. ഇവർ ലൈറ്റുകൾ കോൺക്രീറ്റ് സമയത്ത് തന്നെ ചെയ്ത് സെറ്റ് ചെയ്തിരുന്നു. അതനുസരിച്ചുള്ള ലൈറ്റുകളാണ് എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത. നേരെ കിച്ചണിലേക്ക് വരാം. ലിവിങ്ങിൽ നിന്ന് കിച്ചണിലേക്ക് വരുമ്പം ലിവിങ് ഏരിയയുടെ സൈസ് പറയുകയാണെങ്കിൽ ഏകദേശം 13 സൈസിലുള്ള വലിയ ലിവിങ് ഏരിയയാണ്.
കിച്ചണിലോട്ട് വരുമ്പോഴത്തേക്കും കിച്ചൺ സൈസ് കുറച്ച് ചെറുതാണ്, എങ്കിൽ പോലും 12-10 സൈസിലുള്ള കിച്ചൺ കൊടുത്തിരിക്കുന്നു. കിച്ചൺ കൗണ്ടർ ടോപ്പ് എല്ലാം തന്നെ ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സിങ്ക് കൊടുത്തുകൊണ്ട്, ഇപ്പോൾ ആലപ്പുഴ സൈഡ് വെള്ളത്തിൻ്റെയൊക്കെ പ്രശ്നമുള്ള സൈഡാണെന്ന് അറിയാമല്ലോ, അതുകൊണ്ട് വാട്ടർ പ്യൂരിഫയർ ഒക്കെ കൊടുത്ത് ചെയ്തിരിക്കുന്നു. നമ്മൾ ചിമ്മിനി കൊടുത്തിട്ടില്ല. അതേസമയം നോർമലി നമ്മൾ വാങ്ങിക്കുന്ന കൗണ്ടർ ടോപ്പായിട്ടുള്ള അടുപ്പാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റൗ സെറ്റ് ചെയ്തിരിക്കുന്നു. താഴെ എല്ലാം അലൂമിനിയം ACPയുടെ വർക്കാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം അലൂമിനിയം ACP വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ബാക്കി വിൻഡോസ് ഇവിടെയും സ്ലൈഡിങ് വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും സ്ലൈഡിങ് വിൻഡോ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ പോലെ, അതായത് ഇതിൻ്റെ സൈഡ് സ്റ്റെയറിനൊരു സ്റ്റെയർ ഏരിയ കൊടുത്തിട്ടില്ല. സ്റ്റെയർ കേസ് പൂർണ്ണമായിട്ട് വരിക, അത് ഞാൻ കാണിച്ചു തരാം. തൊട്ടപ്പുറത്തെ റൂമും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിഭാഗമാണ് ഇവിടെ ഒരു സ്റ്റോറേജ് പോലെ അവർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകം ഒരു വെക്കാനായിട്ടുള്ളൊരു ഇത് എടുത്തിട്ടില്ല. ഇത് നമ്മുടെ ഫ്രിഡ്ജ്, പക്ഷേ ഫ്രിഡ്ജ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇനി ഡൈനിങ് ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് ഡൈനിങ് വരുന്നത്. ചെറിയ ഫാമിലിയാണ്, അതുകൊണ്ട് തന്നെ ഡൈനിങ് ഏരിയ എന്ന് പറയുന്ന ഒരു വലിയ പ്രത്യേകം കൊടുത്തിട്ടില്ല. ചെറിയ ഡൈനിങ് ഏരിയ, ഒരു 6x8 സൈസ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ 4 പേർക്ക് ഇരിക്കാൻ പാകത്തിനുള്ള ചെയർ കൊടുത്തുകൊണ്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ വേണമെന്നുണ്ടെങ്കിൽ 5 പേർക്കും സൗകര്യത്തോടെ ഇരിക്കാം. അവിടുന്ന് ഇങ്ങോട്ടാണ് വാഷിംഗ് ഏരിയ വരുന്നത്. വാഷിംഗ് ഏരിയൻ്റെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2 മുറിയിലോട്ടും ഷെയർ ചെയ്യുന്നൊരു പാത്വയാണിത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് വലിയൊരു ഏരിയ ഷെയർ ചെയ്യാനായിട്ടില്ല. അതുകൊണ്ട് വളരെ ചെറിയ രീതിയിലുള്ളൊരു വാഷിംഗ് ഏരിയ, നോർമലി ഉള്ള വാഷ് ബേസിൻ പോലൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും. അങ്ങനെ ഒരു വാഷിംഗ് ഏരിയയാണ് ചെയ്തിരിക്കുന്നത്. വിത്ത് മിറർ വെച്ച് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി ഇവിടെ ഒരു 2 ഇതൊക്കെ ഉണ്ട് കേട്ടോ, 2 ഡ്രോയേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരുടെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. ബെഡ്റൂം സൈസ് എല്ലാം ഒരേ സൈസാണ്, 12-13 സൈസിലുള്ള ബെഡ്റൂം. ഇവിടെ കിങ് സൈസ് ബെഡ് കോട്ട് പ്രത്യേകമായിട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന കട്ടിൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്ന, കിങ് സൈസ് ചെയ്തിരിക്കുന്നു. ഇനി താഴത്തെ നമ്മൾ ഇത്രയും നേരം കണ്ട ഫ്ലോറിങ് ഗ്ലോസി ആയിരുന്നു, ഗ്ലോസി 4x2 ആയിരുന്നു. അതേസമയം ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അത് മാറ്റ് ഫിനിഷ് 4x2. ആ ഗ്ലോസിയോട് തന്നെ ചേർന്ന് നിൽക്കത്ത രീതിയിലുള്ള പ്രൊഡക്റ്റാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്, അതിവിടെ ചെയ്തിട്ടുണ്ട്. ജനാലകൾ നമ്മളൊന്ന് പറഞ്ഞാണ്, അതുകൊണ്ട് വീണ്ടും എടുത്തു പറയുന്നില്ല. ഇത് നമ്മുടെ സാധാ PVC ഡോറാണ് ചെയ്തിരിക്കുന്നത്. അകത്തേക്ക് വരുമ്പോഴത്തേക്കും സൈസ് നോക്കിക്കഴിഞ്ഞാൽ 200-120 ആ സൈസിലാണ് ബാത്റൂം പോയിരിക്കുന്നത്. കൊമോഡുണ്ട്, അതുപോലെ അത്യാവശ്യം ആക്സറീസ് എല്ലാം ചെയ്ത് ഫുൾ ഹൈറ്റിൽ ചെയ്തിട്ടില്ല. താഴെ മാറ്റ് ഫിനിഷ് 1x1 ടൈൽ ഇട്ടിരിക്കുന്നു. സൈഡ് മറ്റേ നോർമലി 12/6 ടൈല് വോളിലും കൊടുത്തിരിക്കുന്നു. ഇനി ഈ ഡോറ് പറയുകയാണെന്നുണ്ടെങ്കിൽ നവരംഗിൻ്റെ FRP ഡോറാണ് ഇവരിവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് അടുത്ത ബെഡ്റൂം എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ്. സൈസ് അപ്പറേ പറഞ്ഞ അതേ സൈസാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത ഞാൻ അപ്പറേ കിച്ചണിൽ പറഞ്ഞിരുന്നു, സ്റ്റെയർ റൂമായിട്ട് കൊടുത്തിട്ടില്ല. ഇവർ സ്റ്റെയറിൻ്റെ ബാക്കി ഏരിയ വരുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് വാർഡ്രോബായിട്ടാണ്. ഇങ്ങനെ തുറന്ന് കാണിക്കുന്ന കാര്യം, ഡ്രസ്സൊക്കെ ഇരിക്കുന്നത് കൊണ്ടാണ് തുറന്ന് കാണിക്കാത്തത്. ഇവിടെയാണ് കട്ടിൽ ചെയ്തിരിക്കുന്നത്. നോർമലി ഉള്ളൊരു ക്യൂൻ സൈസ് കട്ടിൽ കൊടുത്തിരിക്കുന്നു. ബാക്കി ഫ്ലോറിംഗ് എല്ലാം നമ്മൾ അപ്പറേ പറഞ്ഞ പോലെ തന്നെ, സീലിംഗ് പ്രത്യേകിച്ച് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇവിടെ നമ്മൾ അപ്പറേ പറഞ്ഞ ഇന്ത്യൻ ക്ലോസറ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നോർമലി നമ്മൾ അപ്പറേ കണ്ട യൂറോപ്പിനായിരുന്നു, ഇവിടെ ഇന്ത്യൻ ക്ലോസറ്റ്. ബാക്കിയെല്ലാം അവിടുത്തെ പോലെ തന്നെ ടൈലും അതേ സൈസും കൊടുത്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നമുക്കിനി സ്റ്റെയർ ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ, സ്റ്റെയർ ഏരിയ ബാക്ക് സൈഡിലോട്ട് തള്ളിയിട്ടുണ്ട്. കാരണം അതിവിടെ ആ സ്ഥലം കൊടുക്കാതെ വെളിയിലോട്ട് തള്ളി ചെയ്തിരിക്കുകയാണ്, വേറൊന്നുമല്ല. അപ്പോൾ ഈ സ്റ്റെയർ ഏരിയ നമുക്ക് ഏരിയ ആയിട്ടില്ല, ഫുൾ സ്റ്റെയർ ആണ് പോയിരിക്കുന്നത്. സ്റ്റെയറിൽ നമ്മൾ ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈല് കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് നമ്മളിപ്പോൾ കിച്ചണിൽ നമ്മളിപ്പം ഫ്ലോറിൽ കണ്ട ആ ടൈലുകൾ സൈഡിലും കൊടുത്തിരിക്കുന്നു. അങ്ങനെ ചെയ്തിരിക്കുന്നു. അതുപോലെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ CNC കട്ട് ചെയ്ത്, അതായത് PVC ബോർഡ് CNC കട്ട് ചെയ്തിരിക്കുന്നു. അതിനപ്പുറം ഗ്ലാസ് ആണ്, അതുകൊണ്ട് ലൈറ്റ് നല്ല രീതിയിൽ നമുക്കകത്തേക്ക് കിട്ടും. ഇതൊക്കെ ഒരു ഫാമിലി മക്കളും ഒക്കെ ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളുമാണ്. അതായത് താഴെ 2 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം. ഈ സൈഡിലൊക്കെ ഫോട്ടോസ് അവർ ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. സ്റ്റെയർ ഒരു സൈഡിൽ താഴെ നമ്മൾ കണ്ടപ്പോഴത്തേക്ക് ഇതിന് ഒരു ഹാൻഡ് റെയിൽ കൊടുത്തിട്ടില്ല. ഇവിടെ ഹാൻഡ് റെയിലുണ്ട്. MS ചെയ്തിട്ട് ബ്ലാക്ക് ഗ്ലോസി പെയിൻറ്റ് അടിച്ചിട്ടാണ് ഹാൻഡ് റെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പർ ലിവിങ് ആയിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പർ ഏരിയ എന്ന് പറഞ്ഞാൽ കയറി വരുമ്പോഴേ നമ്മൾ താഴെ കണ്ട അതേ വലിപ്പത്തിലുള്ള ഒരു ബെഡ്റൂം ഇവിടെ ജസ്റ്റ് കട്ടിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ വാർഡ്രോബ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വാർഡ്രോബ് എന്താണെന്ന് വെച്ചാൽ ഇൻബിൽറ്റായിട്ട് ചെയ്തിട്ട് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. 45 സെൻറ്റിമീറ്റർ തന്നെ നമുക്കകത്ത് അതിൻ്റെ ഏരിയ കിട്ടുന്നുണ്ട്. ഇവിടെയാണ് നമ്മളെന്ത് കൊടുത്തിരിക്കുന്നത്, ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വളരെ സാധാരണക്കാരായിട്ടുള്ളൊരു ഫാമിലി ചെയ്ത വീടാണ്. അവർ ഈ ഒരു
21 ലക്ഷം രൂപയ്ക്ക് ഇത് തീർന്നു എന്നുള്ളതാണ്. ആ 21 ലക്ഷം രൂപയ്ക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അടുത്ത 4ാമത്തെ ബെഡ്റൂം നോർമലി നമ്മളപ്പുറം പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് വളരെ നീറ്റായിട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കോമൺ ബാത്റൂം എന്ന് പറഞ്ഞാൽ ഇച്ചിരി വലിപ്പമുണ്ട്. നോർമലി ഇത്ര നേരം കണ്ട ബാത്റൂമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏകദേശം 200-140 വലിപ്പത്തിലുള്ള കോമൺ ബാത്റൂം, അതുപോലെ കൊമോഡ് ചെയ്തിരിക്കുന്നു. ആക്സറീസ് എല്ലാം ഉണ്ട്. വാഷ് ബേസിൻ ഉൾപ്പെടെയുള്ള കോമൺ ബാത്റൂമാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ വീടിൻ്റെ വിശേഷം. മൊത്തം 1100 സ്ക്വയർ ഫീറ്റ് 4 BHK 21 ലക്ഷത്തിന് പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്ന വീടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇതിൻ്റെ എൻജിനീയർ എൻ്റെ കൂട്ടത്തിലുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം ബാക്കിയുള്ള വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ഒപ്പോൾ അഖിലാണ്. യെസ്, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പർണ ഹോംസ് അല്ലേ? അഖിലും പിന്നെ നമ്മുടെ ഡിസൈനർ ഹാറൂൺ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഹാറൂൺ ഇപ്പം സ്ഥലത്തില്ല, അതുകൊണ്ട് അഖിൽ മാത്രമേ ഉള്ളൂ. ഹാറൂൺ ഡിസൈനിങ് പാർട്ടാണെന്ന് വിചാരിക്കുന്നു. ഡിസൈനിങ് പാർട്ടാണ്, ഫുൾ ഡിസൈനിങ് ആണ് ചെയ്യുന്നത്. ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഹാറൂണാണ്. വരച്ചു കൊടുത്ത് ഫുൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹാറൂൺ. യെസ്, ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് സ്പേസ് ഒരിടത്തും നമുക്ക് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്പേസുകളും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കുറേയേറെ നമുക്ക് ക്രിഞ്ച് ആവാനായിട്ട് സാധ്യതയുള്ള ഏരിയകളൊക്കെ വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് അതിനെ മാനേജ് ചെയ്ത് പോയിട്ടുണ്ട്. ഒരാവശ്യം, കസ്റ്റമറുടെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ആവശ്യം എന്തായിരുന്നു? ബഡ്ജറ്റ് ഹോംസിൽ പലതും പെടും. 1100 സ്ക്വയർ ഫീറ്റ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2000 രൂപ വെച്ച് കണക്ക് കൂട്ടിയ സ്ട്രക്ചർ മാത്രമേ തീരത്തുള്ളൂ. ഇൻറ്റീരിയറൊക്കെ വരുമ്പോൾ 21 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പോൾ അവരുടെ ആവശ്യം അതെങ്ങനെ നമ്മൾ മീറ്റ് ചെയ്യുന്നു ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞാട്ടെ. ഇവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവർ ആദ്യം തന്നെ കാണുമ്പോഴത്തേക്കും എന്നോട് പറഞ്ഞത് ഒരു 4 ബെഡ്റൂം ഉള്ള വീട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ആദ്യത്തെ ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഞാനൊന്ന് പ്ലാൻ ചെയ്ത് നോക്കട്ടെ. ഇവിടെ ഒരു വീട് നിൽപ്പുണ്ട്, അത് പൊളിക്കുന്ന ഉൾപ്പെടെയാണ് നമ്മൾ ഇവർ പോസ്റ്റ് പറഞ്ഞത്. അപ്പം ഞാനതൊന്ന് പ്ലാൻ ചെയ്തു. ആ വീട് നിർത്തിക്കൊണ്ട് തന്നെ ഓൾറെഡി കോമ്പാക്റ്റായ മണ്ണായിരുന്നു. അതിൻ്റെ മേളിലേക്കാണ് നമ്മൾ ബീമും കാര്യങ്ങളും കെട്ടിപ്പോയത്. ഓക്കെ, എക്സ്കവേഷനൊന്നും അധികം ഇല്ല. വെള്ളം കയറുന്ന മണ്ണായിരുന്നു. ആദ്യം വരുമ്പോഴത്തേക്ക് നമ്മൾ വെള്ളത്തിൽ കൂടെ നീന്തിയാണ് അത്. ഓക്കെ, ഇപ്പോഴാണ് ഇത്ര എലിവേറ്റഡ് ആക്കിയത്. ഓക്കെ, കംപ്ലീറ്റ് കോസ്റ്റാണ് ഞാനീ പറയുന്നത്. ശരി. സോ നോക്കി ഞാനൊരു പ്ലാനൊക്കെ റെഡിയാക്കി കൊടുത്തു. ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. അവർക്കും സന്തോഷം. എന്നിട്ട് അവർക്കൊരു പേടി ഉണ്ടായിരുന്നു. അപ്പം മേളത്തെ ഒരു മുറി കുറയ്ക്കാം, നമുക്കൊരു 18 ചെയ്യാം. എങ്ങനെയായാലും ഇപ്പോഴത്തെ ചെയ്തു വരുമ്പോൾ ഇവർക്ക് ഒരു ഐഡിയ ഉണ്ട്, എങ്ങനെയായാലും ചെയ്തു വരുമ്പം കൂടിപ്പോകും. അതുകൊണ്ട് നമുക്കൊരു 18 മേളൊരു റൂം കുറയ്ക്കാം. അപ്പം ഞാൻ പറഞ്ഞു ചെയ്യാം. ഞാൻ അവർക്കൊരു ധൈര്യം കൊടുത്തു. അങ്ങനെയാണ് അത് ഈ പറഞ്ഞ ബഡ്ജറ്റിൽ തന്നെ തീർക്കാനും പറ്റി. ഇവരെ ഫുൾ എനിക്ക് തന്നെ വിട്ടു തന്നു. ക്ലിയറായിട്ട് ചെയ്തെടുക്കാൻ പറ്റി. ഇടയ്ക്ക് വന്നൊരു ശല്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എല്ലാം ഓക്കെയാണ്. നമുക്ക് പൂർണ്ണമായിട്ടും സ്വാതന്ത്ര്യം തന്നു. യെസ്, അത് എത്ര വർഷം കൊണ്ട്, എത്ര നാളെടുത്തു തീരാനായിട്ട്? ഹാർഡ്ലി 6 months കഴിഞ്ഞു. ഈ ഒരു ബഡ്ജറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. സംഭവം ബൾക്കായിട്ട് കാര്യങ്ങളെല്ലാം ലോൺ ആയതുകൊണ്ട് കാര്യങ്ങളെല്ലാം പൈസ എല്ലാം റെഡി ആയിരുന്നു. ബൾക്ക് സാധനങ്ങളെടുത്തു. നേരെ വർക്കിന് ഒരു ഡിലേ വരുത്താതെ പ്ലാൻ പ്രകാരം തന്നെ ചെയ്യാൻ പറ്റി. 2 ആഴ്ചയായിട്ടുള്ള ഇപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എവിടെയൊക്കെ സർവീസ് ചെയ്യുന്നുണ്ട്? നമ്മളിപ്പം അരൂര് മുതൽ ട്രിവാൻഡ്രം വരെയാണ് ഇപ്പോൾ പ്രോജക്ട്സ് ഉള്ളത്. എറണാകുളം ടു ട്രിവാൻഡ്രം, അതായത് ആ ഒരു തെക്കൻ മേഖലയാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. 2 തരത്തിൽ ചോദിക്കാം. ഡിസൈനിങ് മാത്രമായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ഡിസൈനിങ് മാത്രമായിട്ട് ചെയ്ത് കൊടുക്കുക, അതിനായിട്ട് സമീപിക്കാം. ഇനി അതല്ല ഡിസൈൻ എടുത്ത് കൺസ്ട്രക്ഷൻ പാർട്ടാണെങ്കിലും രണ്ടിലും നമുക്ക് ചെയ്യാൻ പറ്റും. സ്ക്വയർ ഫീറ്റ് റേറ്റ് ആയിട്ടാണോ ചെയ്യുന്നത് അതോ എങ്ങനെയാണ് അതിൻ്റെ ഭാഗം? തന്നെയാണ് നമ്മൾ ഒരു സൈറ്റ് കണ്ടിട്ട് ആ സൈറ്റിൽ ഏത് റേറ്റ് വരും എന്ന് അനലൈസ് ചെയ്ത് അവരോട് പറയുക. യെസ്, അതാണ് നമ്മുടെ മെയിനായിട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും കാലമായിട്ട്. എനിക്ക് തോന്നുന്നു മെറ്റീരിയലൊക്കെ മാറുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഇതിനകത്ത് മാറ്റം വരും. ഇപ്പോൾ ഇത് സിമെൻറ്റ് കട്ട ചെയ്യുന്നത്, ഇപ്പോൾ ഇതിന് സിമെൻറ്റ് കട്ടയ്ക്കും വില കൂടിയും തോന്നുന്നല്ലേ? കൺസ്ട്രക്ഷൻ കോസ്റ്റ് പറയുന്നത് പലപ്പോഴും ഒന്ന് കസ്റ്റമറുടെ ഒരു പ്രൈവസി ഉണ്ട്, 2 അവർക്ക് ഇതിൽ ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോസ് എല്ലാത്തിലും നമുക്ക് വീടിൻ്റെ കോസ്റ്റ് പറയാറില്ല. അതിന് കസ്റ്റമറുടെ ഒരു പ്രൈവസി, അവരുടെ താല്പര്യങ്ങളൊക്കെ ഉണ്ട്. 2 ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ചിന്തിക്കും ഇത് അടുത്ത അതിനെ റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നത് കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ 6 മാസം മുന്നത്തെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് അല്ല. കട്ടയ്ക്ക് എനിക്ക് തോന്നുന്നു 42 രൂപയൊക്കെ വന്നിട്ടുണ്ട് സിമെൻറ്റ് കട്ടയ്ക്ക്. ഞാൻ വീട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ചോദിക്കുമ്പോൾ 36 രൂപയുള്ളൂ. 36 അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഡീവിയേഷൻ എപ്പോഴും ശ്രദ്ധിക്കുക. എന്നാൽ പോലും ഈ ഒരു ബഡ്ജറ്റ് നമുക്ക് തീർക്കാൻ പറ്റുന്ന അതിൻ്റെ മാക്സിമത്തിൽ നമുക്ക് ചെയ്യാനും പറ്റും അല്ലേ? യെസ്. അപ്പോൾ ഇവരുടെ നമ്പർ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഓഫീസ് എവിടെയാണ്? ആലപ്പുഴ തന്നെ. ഓക്കെ, ഡയറക്റ്റ് വന്ന് നേരിട്ട് കാണാം, അല്ല നേരിട്ട് വിളിക്കാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അഖിലേ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നെ. താങ്ക് യു സോ മച്ച്. ഇനിയും പ്രൊജക്റ്റുകൾ വരട്ടെ, നമുക്കിനിയും ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും പലരും നമ്മുടെ അടുത്ത് ചോദിക്കുന്നതാണ് കൺസ്ട്രക്ഷൻ കോസ്റ്റ്, അത് ചെയ്യുന്നതിന് നമുക്കത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അല്ല റെപ്ലിക്കേറ്റ് ചെയ്ത് ചെയ്യാൻ സാധിക്കുമോ?
സാധിക്കും, പക്ഷേ അതിലെപ്പോഴും ഡിപ്പെൻസ് നിങ്ങളുടെ റിക്വയർമെൻറ്റ്, നിങ്ങളുടെ മെറ്റീരിയൽ ഇതൊക്കെ അതിനകത്ത് ഡിപ്പെൻസാണ്. അപ്പോൾ അതുകൊണ്ട് ആവശ്യമെങ്കിൽ ഇവരെ വിളിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ ഇട്ടേക്കാം. ഇനിയും വരും ഇതുപോലുള്ള അടിപൊളി വീഡിയോസും അടിപൊളി വീടുകളും വരും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.